ഇന്നലെ 20-ാം തീയതി ഐഫോൺ ഷോറൂമുകളിലെത്തി. ഈ ഫോട്ടോകൾ കണ്ടോ? ഡൽഹിയിലും ബോംബെയിലൊക്കെയാണ്, അല്ലാതെ ഇത് അമേരിക്കയിലൊന്നും അല്ല. ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഐഫോൺ വാങ്ങിക്കാനായിട്ട്. ഇത് തന്നെ ഹിസ്റ്റീരിയ അല്ലേ? 79,000 രൂപ മുതൽ 1,50,000 വരെയുള്ള ഫോൺ വാങ്ങിക്കാനാണ് ഈ ക്യൂ. അത് ഇവിടെ ആരും ചുമ്മാ കൊടുക്കുന്നില്ല, ഡിസ്കൗണ്ട് സെയിലൊന്നുമില്ല, അല്ലെ ആദ്യം വരുന്നവർക്ക് വില കുറച്ച് കിട്ടും, അങ്ങനെയൊന്നുമില്ല. ഈ ഒരു വർഷത്തേക്ക് ഈ ഫോണിൻ്റെ വില ഇത് തന്നെ ആയിരിക്കുകയും ചെയ്യും. എങ്കിലും ആൾക്കാർ അങ്ങ് ഇടിച്ചു കയറുകയാണ് ഈ ഐഫോൺ വാങ്ങിക്കാനായിട്ട്, അല്ലെ ഐഫോൺ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും വില കൂടിയ ഫോൺ ഒരു സാധാരണക്കാരന് ആവശ്യമുണ്ടോ? ഞാനെന്തിനാ സാധാരണക്കാരൻ എന്ന് പറഞ്ഞത്? നല്ലൊരു ലെതർ ബാഗ്, ഒരു എക്സിക്യൂട്ടീവിന് നല്ലൊരു ലെതർ ബാഗ് ഇല്ല. 3,000, 4,000 അല്ലെ 5,000 രൂപ വിലയുള്ള ഒരു ലെതർ ബാഗ് അയാളുടെ കയ്യിലില്ല. അയാളുടെ ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് 400, 500 രൂപയുടെ ബാക്ക് പാക്ക് ബാഗ് ഉണ്ടല്ലോ, ഈ പറയും തൂക്കിക്കൊണ്ട് നടക്കുന്ന ആ സാധനമായിട്ടാണ് ഇവർ നടക്കുന്നത്. പിന്നെ ഇവർ ഭക്ഷണം കഴിക്കുന്നതോ ഏതെങ്കിലും തട്ടുകട, റോഡ് സൈഡിലുള്ള കടയിൽ പോയിരുന്നിട്ട് 50 രൂപയുടെയും 60 രൂപയുടെയും ആ ചൈനീസ് ഫുഡ് ഉണ്ടല്ലോ, നൂഡിൽസും അതും ഇതുമൊക്കെ, ഇതും വാരി കഴിക്കും. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ എന്തിന്? യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ട്, വാട്സപ്പിൽ വരുന്ന ജോക്കുകൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെയല്ലേ? എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല, എങ്കിലും ഈ ഐഫോണിന് വേണ്ടിയിട്ട് ഇടിച്ചു നിൽക്കുന്ന ആൾക്കാർ, ഇന്ത്യയിലെ ഐഫോൺ ഉപയോഗിക്കുന്നവരിൽ ഒരു 80% ആൾക്കാരും അതിൻ്റെ 10% പോലും യൂട്ടിലിറ്റീസ് ഉപയോഗിക്കുന്നില്ല. ഓടിക്കുന്നതോ സെക്കൻഡ് ഹാൻഡ് ബൈക്ക്. ഒരു മാസം കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതിയിലധികവും ഈ ഐഫോണിൻ്റെ EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പലരെ എനിക്കറിയാം. എന്നിട്ടോ ഉച്ചഭക്ഷണം കഴിക്കാൻ കാശില്ല. ആ ഐഫോണുമായിട്ട് തട്ടുകടയിൽ പോയിട്ട് നൂഡിൽസ് വാരി ഉണ്ണുകയാണ്. നല്ല ശമ്പളം മേടിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ്, അയാളുടെ ശമ്പളം ഏകദേശം 1,00,000 രൂപയുടെ അടുത്താണ്. ഈ ഐഫോണിൻ്റെ വില ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഐഫോൺ മേടിക്കാനുള്ള കാശാവും. അത്ര ഉള്ളതിന് അവിടെ വില, അവിടുത്തെ ഡോളറിൻ്റെ വിനിമയ നിരക്ക് വെച്ച് നോക്കുമ്പോൾ. ഇവിടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ് ഐഫോൺ. അതിനു വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോൺ അങ്ങ് മേടിക്കുകയാണ്. ഒരു വർഷം കഴിയുമ്പോൾ അതിൻ്റെ വില കുറയുമെന്നും അറിയാം. അപ്പോൾ അവർ വീണ്ടും ആ അഡ്വാൻസ് മോഡലിലേക്ക് മാറാൻ ഇപ്പം തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ.